ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് കറക്കി നോക്കുക. വേറെ വിഷയമൊന്നുമില്ല. കറക്റ്റായിട്ട് കാണണ്ട എന്ത് സ്മൂത്തായിട്ട് കറങ്ങുന്നു നോക്കി. നമ്മൾ ന്യൂട്രലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ന്യൂട്രലായിട്ട് പോകണം, കറക്റ്റായിട്ട് മൈലേജ് വരുന്ന വണ്ടിയാണെങ്കിൽ. നമസ്കാരം, AK Radar 70 ചാനലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സിംഗം ബുഷിൻ്റെ ആക്സൽ ഇളക്കി ലൂബ് ചെയ്യാന്നുള്ള കുറിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ആക്സൽ ഇളക്കിയിട്ട് ലൂബ് ചെയ്യാം, ഗ്രീസിട്ടാണ് ലൂബ് ചെയ്തുകൊണ്ടിരുന്നത്. ലൂബ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ കൂടെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും നമുക്ക് സമയക്കുറവ് കൊണ്ട് നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ആക്സൽ ഇളക്കാനും അന്ന് വീഡിയോയിൽ എന്താവുന്നുണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ആക്സൽ ഇളക്കുക, ലൂബ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ ഇളക്കിയിട്ട് അത് ലൂബ് ചെയ്യുക. സ്പീഡോമീറ്റർ വരുന്ന സ്പീഡോ ഡ്രൈവ് ഉണ്ട്, അത് ഈ ഭാഗത്തായിട്ട് വരും, നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ഇതാണ് കാണുന്നത്. ഇത് നമുക്ക് ഇത് ലൂബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആക്സൽ ഉപയോഗിച്ച് ഇത് വീൽ ഇളക്കാതെ തന്നെ ലൂബ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ഇത് വീല് നമുക്ക് ഇളക്കാം. അകത്ത് വരുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ സ്പേസറുണ്ട്, വീൽ വയറിങ്ങിൻ്റെ അകത്ത് വരുന്ന സ്പേസറുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്രീസ് നിറയ്ക്കണം കുറവുണ്ടെന്നുണ്ടെങ്കിൽ. ഇത് ഇത്രയൊക്കെ ചെയ്തിട്ട് വണ്ടി ഓടുമ്പോൾ ഫ്രണ്ട് വീലിന് നല്ല സ്മൂത്തായിരിക്കും. നമ്മൾ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സിംഗം ബുഷിൻ്റെ അവിടെ ലൂബ് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ വരുന്ന ആക്സിൽ ഇളക്കി ഒന്ന് ഇടയ്ക്ക് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല പെർഫോമൻസും അതേപോലെ തന്നെ ഇതിൻ്റെ മൈലേജിനും ടയർ കൂടുതൽ റൊട്ടേറ്റ് ആകുമ്പോഴത്തേക്ക് മൈലേജിനും വ്യത്യാസം വരും. പറയുന്ന ഭാഗങ്ങളൊക്കെ ഓരോന്ന് സമയം കിട്ടുമ്പോഴൊക്കെ അഴിച്ചൊന്ന് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നല്ല സ്മൂത്തായി കൊണ്ടുപോകാൻ കഴിയും. നമുക്കിപ്പോൾ ചാനലിലൊരു 300-325 വീഡിയോസ് ഉണ്ട്. ബുള്ളറ്റിനെ കുറിച്ചുള്ള വീഡിയോകളാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് എൻജിൻ ഭാഗത്തോട്ട് കടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കി കുറച്ച് ലെന്ത് കൂടിക്കഴിഞ്ഞാലും അത് ചെയ്യത്തക്ക രീതിയിൽ കാണുന്നവർക്ക് അത് ഇളക്കി ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാമറ ദൂരെ വെച്ചിട്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല വീഡിയോ ചെയ്യുന്നത്. നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ പഠിച്ച് അത് കണ്ട് തിരിച്ച് അത് അവർ ചെയ്യണം. അതുപോലെ പല സുഹൃത്തുക്കളും നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെന്താവും, ഒരു പ്രാവശ്യം പറയുന്നത് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ. നമ്മൾ ദൂരെ അങ്ങ് വെച്ചിട്ട് ബാക്ക് വീലഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ നെറ്റിൻ്റെ അടുത്ത് തന്നെ വരണം, എത്ര നമ്പർ നെറ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് മറവിയുടെ അസുഖമുണ്ട്, ഈ നെട്ടും ബോൾട്ടും ഒക്കെ അങ്ങ് മാറിപ്പോകും പറയുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ പാർട്സിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരില്ല. അത് ജന്മനാലുള്ള ഒരു കാര്യമാണ്, ഈ പേരുകളും ഈ നമ്പറുകളും മാറിപ്പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിനു മുമ്പേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ, ഭായിമാർ, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം ഉണ്ടാകും, ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ ഉപേക്ഷ വിചാരിക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് പോകണം. ചാനൽ നല്ലതായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോകൾ ഇടാനായിട്ട് നമുക്ക് തന്നെ ഒരു സുഖം തോന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇല്ല, കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് ഫ്രണ്ട് വീൽ അഴിക്കാൻ നോക്കാം. പിന്നെ ഫ്രണ്ട് വീൽ അഴിക്കാതെ ലൂബാണ് ചെയ്യുന്നത്, ഫ്രണ്ട് വീൽ അഴിക്കാൻ പറ്റാതെ ലൂബാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ഇതിലൊരു ആക്സിൽ നമ്മൾ സിംഗം ബുഷിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ആക്സിൽ ആദ്യമേ കയറ്റിയിട്ട് ഇതിനെ നമ്മൾ അപ്പുറത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ ആക്സിൽ ഇളക്കുക. ഇത് 17-ൻ്റേത് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഇവിടെ ഹോൾഡ് ചെയ്ത് 17-ൻ്റെ പിടിച്ചിട്ട് ഇവിടെ ഇപ്പുറത്ത് വന്ന നെറ്റിനെ അഴിക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അഴിച്ച് വെച്ചതിന് ശേഷം ഇത് 10-ൻ്റെ ചിലതിൽ 12, 13 വരും. നമ്മുടെ വണ്ടിയിൽ ഇത് 10 താഴെയും 10 മേളിലും 10. ഇത് ലൂസാക്കിയിട്ട് മാത്രമേ ഇതിനെ നമ്മൾ തട്ടി ഇളക്കാവൂ, ഇതിനെ വലിച്ച് ഇളക്കാവൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടം വെച്ച് പൊട്ടിപ്പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. പൊട്ടിപ്പോകാൻ കൂടുതലല്ല, പൊട്ടിപ്പോവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ടിരിക്കുമ്പോൾ ഇത് കണ്ട ഇത് നമ്മൾ ലൂസാക്കുമ്പോൾ ഇവിടുന്ന് കുറച്ചിത് വിട്ട് വരും. അപ്പോൾ ഫ്രീ ആയിട്ട് ഇത് ഊരിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ കുറേ കാലം നമ്മൾ ഇത് ആക്സിൽ ഊരാതെയും ബെയറിങ്ങിൽ ഉള്ള ഗ്രീസ് നഷ്ടപ്പെട്ട് ആക്സിലും തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ബെയറിങ്ങാണ് വരുന്നത്. ഈ ബെയറിങ്ങിൽ ഇതിനകത്തുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്, അതിനകത്തുള്ള ഗ്രീസും കുറയുമ്പോഴത്തേക്ക് നമ്മുടെ വീല് ജാമാവാൻ സാധ്യതയുണ്ട്.
ജാമായി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഓട്ടത്തിനുമൊക്കെ അത് ബാധിക്കും. ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് സ്പാനർ തന്നെ ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ത്രെഡിനും ഇതിൻ്റെ ആ ഇത് നെറ്റ് ബോൾട്ടിനൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് വീഡിയോ ആണ്. അപ്പോൾ 24 ഇതിൻ്റെ നെറ്റ് വരുന്നത് ഫ്രണ്ട് വീലിൻ്റെ. ഇമ്പാക്റ്റ് കൊണ്ടാണ് ഇത് ഇളക്കാൻ പോണത്. ഇത് സ്ലോയിൽ ഇത് ആദ്യമായിട്ട് ഇളക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്പാനർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് സ്ലോയിൽ കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇതിട്ട് ഇളക്കില്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട കാര്യം വരുന്നില്ല. ഇത് തന്നെ നമുക്കിത് പെട്ടെന്നുള്ള ആക്ഷൻ ആയതുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട കാര്യം വരുന്നില്ല. ഇളവി നമ്മൾ ആ നെറ്റ് ഇളക്കി കഴിഞ്ഞാൽ 24 നെറ്റ് ഇളക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മറന്നു പോലെ തട്ടാൻ പാടില്ല. അവിടെ നിന്ന് ഇതിനെ നമ്മൾ റിലീസ് ചെയ്യണം. താഴെയും കറങ്ങാനുള്ള സാധ്യതയുണ്ട്. താഴെ കറങ്ങുന്നു, താഴെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. നമ്മൾ ഈ 10ൻ്റെ ഇതിനെ ഇത്രയും ലൂസാക്കിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ആക്സിൽ ഇളക്കാം. ആക്സിൽ ഇളക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ ഇളക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് പൊക്കി ഫ്രണ്ട് നമുക്കൊന്ന് ഇതിങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം ഇളക്കണം. പക്ഷേ ടയർ ഇളവി വരാൻ ശകലം പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ബാക്ക് ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ടയർ ഇളക്കാൻ എളുപ്പമായിരിക്കും. അത് ഞാൻ കാണിക്കാൻ വ്യക്തമായി പറയാം. ഈ സൈഡിൽ നിന്ന് നമ്മൾ 24ൻ്റെ നെറ്റിളക്കി ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വരുന്ന പ്ലെയിനായിട്ടുള്ള ഭാഗമാണ് അകത്ത് പോകാനുള്ളത്. ഈ ഇങ്ങനെ ഒരു വെട്ട് വരുന്ന മാർക്ക് വരുന്ന ഭാഗം ഇത് വെളിയിലാണ് നിൽക്കാനുള്ളത്. ഇതിലൊരു വാഷറും കാണും. ഇത് മറന്നു പോകാതെ നമുക്കിടണം. അത് കഴിഞ്ഞ് നമുക്കിതുപോലെ ഒരു ആക്സിൽ എടുക്കുക. ആക്സിൽ എടുത്തിട്ട് പതുക്കെ തട്ടിയാൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീല് ജാമുമല്ല, വളരെ സ്മൂത്താണ്. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തട്ടിയാൽ തന്നെ പോകും എന്നുള്ളതാണ് തോന്നുന്നത്. ചെറുതായിട്ട് ഹാമർ കൊണ്ടൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. പക്ഷേ ഇത് വെച്ച് അടിക്കാൻ പാടില്ല. ഇത് വെച്ച് ഉറച്ചടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ത്രെഡ് പോയി കഴിഞ്ഞാൽ ഈ നെറ്റ് നമുക്ക് തിരിച്ച് കയറ്റാൻ പറ്റാതെ വരും. പിന്നെ ആക്സിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ടല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ടൈറ്റാക്കി വെച്ചതിന് ശേഷം നെറ്റ് ഇതിലടിക്കുക. പക്ഷെ അതിനേക്കാളും നമുക്ക് സേഫ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ കൊടുത്തിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ നമുക്കിതുപോലുള്ള ആക്സിൽ ഉണ്ടെങ്കിൽ വീലിളക്കാതെ തന്നെ ആക്സിൽ ലൂബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. ആ ആക്സിൽ പോകുന്ന സ്ഥലത്തൂടെ തന്നെ ഇത് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് വീലിളക്കിയില്ലെങ്കിൽ ഇതിനകത്തുള്ള സ്പേസറൊക്കെ ഉണ്ട്. വീൽ സ്പേസറും മറ്റുള്ള ഇതുണ്ട്. അതൊന്നും വെളിയിൽ ഇറങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ചതവുണ്ട്. ഇത് ഒട്ടും ഗ്രീസ് ഇതിലില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ഗ്രീസുണ്ട്, ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇതാണ്ട് ഇതിനൊന്ന് കറക്കി കൊടുക്കുക. ഇളക്കുന്നതിന് മുമ്പ് ഇത് എവിടെയെങ്കിലും ജാമാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടൊന്ന് ഫ്രീ ആവും. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് വലിച്ചെടുക്കാമെന്നേ ഉള്ളൂ. അപ്പുറത്ത് ഈ റാഡും അതുപോലെ കയറിക്കഴിഞ്ഞാൽ സ്പേസർ ഇളവാതെ തന്നെ ഇതിവിടെ വരും. നമുക്ക് ആക്സിൽ ഇളവി വരികയും ചെയ്യും. അതുപോലെ ഇത് കണ്ടോ, നമുക്കിത് ഇളക്കേണ്ട കാര്യമില്ല, വീലിളക്കണ്ട. ഇങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ കണ്ടോ, ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ലൂബ് ചെയ്യാം. എന്നിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് ഇവിടെ നിന്ന് അടിച്ച് അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിഞ്ഞ് പോരും. നമുക്ക് വീലിളക്കാമെന്നുള്ളതുകൊണ്ട് നമ്മൾ ആക്സിൽ തിരിച്ചിളക്കുകയാണ് ചെയ്യുന്നത്. ഈ ടയർ ഇളക്കുന്നതിന് മുമ്പ് ഒരു സപ്പോർട്ട് അവിടെ കൊടുക്കണം കേട്ടോ. ഒരു ജാക്കിയ എന്തെങ്കിലും എടുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതിനെ ഇപ്പോൾ ഇത് ലൂസാണ് കേട്ടോ. പക്ഷേ ഇത് വന്ന് വെയിറ്റ് കൊണ്ട് വന്നുകൊണ്ട് ഇത് ലൂസാണ്. വേറെ ഒരു ആക്സിലിൻ്റെ കാര്യമില്ല. നമുക്കിടയ്ക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ പതുക്കെ മേളിലോട്ടാക്കി കഴിഞ്ഞാൽ ടയറ് മേളിൽ വരും. ഇത് ഈ സൈഡിൽ വരുന്ന സ്പേസറാണ് കേട്ടോ. ഇത് ഈ സൈഡിലാണ് വരുന്നത്. സൈഡിൽ വരുന്ന സ്പേസറാണ് ഈ വീലിൻ്റെ ബെയറിങ്ങിനകത്ത് വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള. ഇത് തങ്ങളിൽ വ്യത്യാസം വരും. ആദ്യമായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു വെട്ടുമില്ല, കറക്റ്റായിട്ട് റോളാണ്, ഒരു ഏതൊന്നുമില്ല. തിരിച്ചും മറിച്ചും നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെയല്ല. ഇത് ഈ വെട്ട് അകത്ത് പോകത്തക്ക രീതിയിലാണ് ഇത് വരുന്നത്. ഇതിനെ രണ്ടും മാറ്റാം. മറന്നു പോകരുത്, ഇത് ലെഫ്റ്റ് സൈഡിലും ഇത് റൈറ്റ് സൈഡിലും ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ട്. ഇത് ഈ ഡ്രൈവിൻ്റെ അകത്ത് വരുന്നതാണ്. എന്നാണ് ഇതിനകത്ത് വരുന്നതാണ് ഈ സാധനം. ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ.
ഇത് വരുന്ന ഇതിനകത്ത് ഇങ്ങനെ വരും. അത് നമുക്ക് ടയർ വെളിയിലിറക്കാം. ഈ ടയർ അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ഒരു കാരണവശാലും പിടിക്കാൻ പാടില്ല. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിസ്റ്റൺ വരുന്നുണ്ട്. ഇവിടെ കാണില്ല, ഈ കാലിവറിൽ നിന്ന് പിസ്റ്റൺ വന്ന് നേരെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിസ്ക് നമുക്ക് അകത്തോട്ട് കയറ്റാൻ പാടായിരിക്കും. എന്ന് വെച്ചിട്ട് ടൈറ്റായിട്ടിരിക്കും. ജാമായി കഴിഞ്ഞാൽ ഇതിനുള്ള സ്പേസ് അവിടെ കാണില്ല. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യരുത്. ടയർ ഒരു സൈഡിലോട്ട് പതുക്കെ ചരിച്ച് മെല്ലെ, അതാണ് നമ്മൾ ബഹളമൊന്നും കാണിക്കില്ല, പതുക്കെ ഒന്ന് ഇങ്ങനെ ചരിക്കുക. ഇട സൈഡിലോട്ട് ചരിച്ചിട്ട് പതുക്കെ ഇത് ഇങ്ങനെ വെളിയിൽ വരും. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒട്ടിപ്പോവും, രണ്ടും കൂടെ വന്ന് പ്രസ്സാവും. അപ്പോഴത്തേക്ക് നമുക്കിത് വീല് നമ്മളെ ഡിസ്ക് ഇത് കയറാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ബ്രേക്ക് അപ്ലൈ ചെയ്യരുത്. പിന്നെ ഇത് വീലിളക്കുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾക്ക് ഇതിനകം കണ്ടല്ലോ, നമ്മളെ മൾഗാർഡിനകം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾഗാർഡിനകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുന്നത് നമ്മളെ വണ്ടിക്ക് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബെയറിങ് കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ഇങ്ങനെ അകത്ത് കൈയിട്ടതിന് ശേഷം പതുക്കെ ഒന്ന് അനക്കി നോക്കുമ്പോൾ അനക്കി നോക്കുമ്പോൾ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ബെയറിങ് ചേഞ്ച് ചെയ്യണം. ഇത് കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡ് നോക്കാം. ഈ സൈഡ് നമ്മൾ കൈയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം, ഇതിൽ വല്ല ബെയറിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ ഫ്രണ്ട് ഓട്ടത്തിൽ ഈ വീല് ബൗളിങ് കാണിക്കും, ഷേക്കായിട്ട് നമുക്ക് തോന്നും. ഹാൻഡിലിനും ചെറിയ രീതിയിൽ വൈബ്രേറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു സൗണ്ടും വരും, ഒരു കടക്കടക്കനുള്ളത് സൗണ്ടും ഇതുകൊണ്ട് ഉണ്ടാവും. ഇത് ആക്സിൽ ലൂബില്ലെങ്കിലും ആക്സിൽ ഡ്രൈ ആയിട്ട് ഓടണമെന്നുണ്ടെങ്കിലും ഈ ബെയറിങ്ങിൽ പിടിച്ചാണ് ഓടുന്നുണ്ടെങ്കിലും ഈ കടക്കടക്കനെയുള്ള സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെയറിങ്ങിന് കുഴപ്പമില്ല. ഈ ബുഷിനെ ഇളക്കി കഴിഞ്ഞാൽ ബെയറിങ്ങിനകത്ത് ലേശം ഗ്രീസ് ആവശ്യമുണ്ടെങ്കിൽ പുരട്ടാം. അതുകൊണ്ട് ഈ ബുഷ് ഇളക്കാം. ഈ ബുഷ് ഇളക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഉണ്ട് ഇതകത്ത് കയറ്റിയിട്ട് നമുക്ക് തൊന്നിയെടുക്കാം. പക്ഷെ നമ്മളിതിപ്പം ഈ ഹാമറാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കയറ്റുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ABSൻ്റെ ഈ വരുന്ന റണ്ണിങ് ഇതാണ്, അതിൽ നമുക്ക് ഇത് വന്ന് പ്രസ്സായി ഈ നമ്മുടെ ഹാമർ വന്ന് പ്രസ്സായി വളയാതെ ഇതിൽ തട്ടാതെ പ്ലേറ്റിലും തട്ടാതെയാണ് ഇത് ഇളക്കാനുള്ളത്. അത് നമ്മൾ സൂക്ഷിച്ചോളണം. ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് പതുക്കെ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇത് കറക്റ്റ് അതിൻ്റെ സീലാണ്, ഡസ്റ്റൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സീലാണ്. അത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ വച്ചിരുന്നാൽ മതി. ഇവിടെ കണ്ടത് ചെറിയ ഗ്രീസ്, പഴയ ഗ്രീസാണ്. ഇതെല്ലാം കുറേശ്ശെ ഇതായി കറുത്തു. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് നമുക്കിത് തുടയ്ക്കണമെന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബെയറിങ് മാറ്റുമ്പോഴുള്ള ഗ്രീസിനെ ഇടയ്ക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബെയറിങ്ങിൻ്റെ ലൈഫ് കൂടുതൽ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു സാധനം കൊണ്ട് ഇതിനകത്തുള്ള ഇത് മാറ്റുക. ലൈവായിട്ട് അതാ കാണിക്കുന്നുണ്ട്. ഗ്രീസ് വെള്ളമൊക്കെ നനഞ്ഞ് ഇതിനകത്തുള്ള ബെയറിങ്ങിൻ്റെ ഗ്രീസ് കണ്ടല്ലോ, വെള്ളമൊക്കെ കയറി നനഞ്ഞ് ഇതൊരു വെള്ള കളറിലായ ഗ്രീസാണ്. ഈ ഗ്രീസിൻ്റെ കാലാവധി കഴിഞ്ഞു. കണ്ടോ, നല്ല ജാമായിരിക്കുകയാണ്. പ്ലാസ്റ്റിക് പോലെയായി കേട്ടോ, റബ്ബർ പോലെ. എടുത്ത് കാണിക്കാം. ഇതുകൊണ്ട് ഇത് ഇവിടെ നമുക്ക് ഗ്രീസ് കേശത്തെ പുരട്ടിയിട്ട് സീലിട്ട് പ്രസ് ചെയ്താൽ മതി. കുറച്ച് WD-40 ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷെ വെള്ളം ഇതിനകത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇതുണ്ടാവും. പണി ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും, എങ്കിലും നമ്മൾ വണ്ടിയുടെ സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായിരിക്കും എന്നുള്ളതാണ്. ടയറൊക്കെ നല്ല ഫ്രീ ആയിട്ട് കറങ്ങും. നമുക്ക് ഈ ഭാഗത്ത് ഗ്രീസ് പുരട്ടാം. WD-40 ആയതുകൊണ്ട് ഇതിനകത്തോട്ട് നമ്മൾ വേറെ ഒന്നും എടുത്ത് ഒഴിക്കാൻ പാടില്ല കേട്ടോ. WD-40 ആയതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ റസ്റ്റ് വല്ലതും ഉണ്ടെങ്കിലും റിമൂവ് ആയി പോകും. എന്നിട്ട് ഇതിൽ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലവർ പറയും ബെയറിങ്ങിലെ ഗ്രീസ് നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ഗ്രീസ് ഇടാൻ പാടില്ലെന്ന് പറയും. പക്ഷേ അത്
അങ്ങനെയൊന്നുമില്ല. ഗ്രീസ് നമ്മൾ നല്ല ഗ്രീസ്, ക്വാളിറ്റിയുള്ള ഗ്രീസ് വാങ്ങിച്ചാൽ മതി. അതുമല്ല, ഇതിപ്പോൾ 5 വർഷമായ ബെയറിംഗ് ആണ്. ഇതുവരെയും ബെയറിംഗ് ഇതിന് മാറിയിട്ടില്ല. നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് വേറെ വേറെ വണ്ടികളിലതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇതുവരെയും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. എന്നിട്ടും ബെയറിങ്ങിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ കിലോമീറ്ററും കുറവാണ് ഈ വണ്ടി ഓടുന്നത് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 25 കിലോമീറ്ററിനകത്തേ ഓടിയിട്ടുള്ളൂ. ഇതിനകത്ത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് വയ്ക്കുക. ഇതാ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ഗ്രീസ് നിറയ്ക്കേണ്ടിയുണ്ട്. ഇതിനകത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ടയറൊക്കെ ഇളക്കുമ്പം കാണുന്നുണ്ട്. അതിനകത്ത് നിൽക്കും. അപ്പുറത്തെ ബെയറിങ്ങിൻ്റെ കവറും ഇതുപോലെ ഇളകും. ഇതിൻ്റെ ഈ സീലാണ്. നന്നായിട്ട് തുടയ്ക്കുക. പൊടിയോ മണ്ണിൻ്റെ ഒരു ശകലം പോലും ഇതിൽ പാടില്ല കേട്ടോ. മണ്ണിൻ്റെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ബെയറിങ്ങിനകത്താണ് ഇത്. ബെയറിങ്ങിൻ്റെ ബോളിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പണിയെല്ലാം വേസ്റ്റായി. നമുക്കിതിനെ അകത്തടച്ച് മൂടാം. പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിക്കോളും കേട്ടോ. സീലിഡായത് വേണമെങ്കിൽ ഒരു ചെറിയ തട്ട് നമുക്ക് തട്ടാം. ഇത് വച്ചിട്ട് തട്ടിക്കഴിഞ്ഞാൽ കറക്റ്റാണ് അകത്തായി പോകും. സീല് അകത്താകും. അപ്പോൾ ഇതിൻ്റെ ഡസ്റ്റ് സീലുണ്ട്. ഡസ്റ്റ് സീലും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഗ്രീസ് കണ്ട. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് ഇത് വീല് ഓടുന്തോറും ഇത് ഹീറ്റായി വരുമ്പം ഗ്രീസിന് വീല് കറങ്ങുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ഇത് നന്നായിട്ട് കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഇത്രയും ഇതിൽ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയാമെന്നുള്ളവരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. പക്ഷേ അറിയില്ലാത്ത കുറേ പേര് നമ്മുടെ ചാനൽ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾ ഈ പണി കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കണ്ടിട്ട് ഇത് ചെയ്യും, അതുപോലെ ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ള നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അതാണ്. ഇതും അതുപോലെ തന്നെ വച്ചതിന് ശേഷം എല്ലാ ഭാഗവും ഒരുപോലെ തട്ടിക്കൊടുക്കുക. ഉണ്ടോ? ഈ തട്ടുമ്പോഴത്തേക്കുള്ളൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അവിടെ ചെന്ന് കൊള്ളുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ആ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് മതിയാക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഇത് സീറ്റിംഗ് ആയി. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ കഴിയും എന്ത് സ്മൂത്തായിട്ട് വണ്ടി പോകുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഈ പ്ലാറ്റിൽ തട്ട് കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് തറയിൽ നമ്മൾ അപ്പുറത്തെ സൈഡാകുമ്പോൾ അതിൻ്റെ ഒരു ഗ്രൂവ് ഉണ്ട്, അതിൽ തട്ടി നിൽക്കും. നമുക്ക് തറയിൽ എന്തെങ്കിലും സപ്പോർട്ട് ഇട്ടിട്ടേ ഇടാവും. ഓഫ് ചെയ്ത് നമ്മളത് ശ്രദ്ധിക്കുക. ഈ ഭാഗമാണ് അടിയിൽ വരുന്നത്. ഈ ഭാഗം അടിയിൽ വരുമ്പോൾ ഈ പ്ലാറ്റിന് ഏതൊരു ഇതിലും വരാത്ത രീതിയിൽ, പോറലോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇതുപോലെ തന്നെ തുണിയിട്ടിട്ട് കാര്യമില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ വലുതായിട്ട് ഹാമർ കൊണ്ട് അടിക്കുന്നില്ല, ചെറുതായിട്ട് തട്ടിയല്ലേ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും വിഷയം ഉണ്ടാവാത്ത രീതിയിൽ നമുക്കിതിനെ ഇടുക. തിരിച്ചപ്പുറത്തെ വീലിൽ കാണിച്ചതുപോലെ തന്നെ ഇതിനെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ആദ്യം ഈ ഡസ്റ്റ് സീലിനെ ഇളക്കാൻ നോക്കുക കേട്ടോ. ഇത് നമുക്കിവിടെ തട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇളക്കി എടുത്താൽ മതി. അതൊക്കെ ഇളവി ഇത് വന്നായിരുന്നു. ഗ്രീസിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റുക. അതുപോലെ കാണാൻ നമുക്ക് ഇതാണ് സ്പേസർ. ഇതിനകത്ത് വരുന്ന ഈ ബെയറിങ്ങിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതിനെ പതുക്കെ ഇങ്ങനെ എടുത്താൽ മതിയാകും കേട്ടോ. തുടച്ചാൽ മതി. ഇതിൽ ചാടിയ ഗ്രീസ് ഹീറ്റായി ചാടുന്നതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഗുണമേ കാണുള്ളൂ. നന്നായിട്ടൊന്ന് തുടയ്ക്കുക. തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത് അടിക്കാവും. ബാക്ക് വീലും ഇതുപോലെ ഇളക്കി ചെയ്യാം.
അത് നമുക്ക് ഫ്രണ്ട് വീൽ ഇളക്കി ചെയ്യുന്ന ആ മെത്തേഡിൽ ബാക്ക് വീൽ ഇളക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. സൈഡിൽ മാത്രമല്ല ചെയ്യാൻ, ഈ സൈഡിൽ ഇളക്കി ചെയ്യാം എന്നുള്ളതാണ്. ഈ മെറ്റലിൽ കൊള്ളുന്ന ഒരു സൗണ്ട് നമുക്ക് അറിയാൻ കഴിയും. ആ വെച്ച് നിർത്തുക, കൂടുതലടിച്ച് അകത്തോട്ടാക്കരുത്. എന്നുവെച്ചാൽ വേറെ ഇങ്ങനെ ഷേക്ക് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാവും. അടുത്ത സൈഡ് ചെയ്ത പോലെ തന്നെ ഗ്രീസും പുരട്ടിയിട്ട് സീലും അടിച്ച് അകത്ത് കയറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ വണ്ടിയൊക്കെ കളഞ്ഞിട്ട് സീനറിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കൊണ്ടുപോടാ മോനേടാ. ഇനി അടുത്ത ചെയ്യാനുള്ളത് സ്പീഡോമീറ്ററിൻ്റെ ആണ്, വീൽ ഡ്രൈവിൻ്റെ. ഇത് നമുക്ക് ഇതിനകത്ത് കണ്ടുണ്ടല്ലോ, ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഈ പോയിൻ്റാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് WD-40 അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക. ഒക്കെ സ്പീഡോമീറ്റർ വരും. അതിനകത്തുനിന്ന് നമ്മൾ ഇളക്കിയതിന് ശേഷം കുറച്ച് ലൂബ് ചെയ്യാനുണ്ട്. ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കേബിളിൻ്റെ അകത്തൂടെ വന്നതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഓയിൽ ഇറങ്ങും. ഓയിൽ ഇതിനകത്ത് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് റൊട്ടേറ്റ് ആയിക്കോളും. ഇതാകണ്ട, ഇതാണ് സ്പീഡ് ഡ്രൈവ്. ഇതിങ്ങനെ കറങ്ങുന്നതാണ്. ഇത് ഇളക്കി ലൂബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ കേബിളും നമുക്ക് ലാസ്റ്റ് ചെയ്യും. WD-40 ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ആവും. ഇവിടെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇതിനകത്തൊക്കെ ഗ്രീസിൻ്റെ പൊടിയുണ്ട്. സ്പീഡോമീറ്ററും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാത്ത രീതിയിൽ നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ആ വീലിൻ്റെ അവിടെ വരുന്ന വെട്ടിലാണ് ഇത് വരാനുള്ളത്. അത് ഫിറ്റ് ചെയ്ത സമയം കാണിക്കാം. നമ്മൾ റോങ്ങായിട്ട് ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഫിറ്റ് ചെയ്താൽ കയറിയില്ല. വീലിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വീലിളക്കിയപ്പം കണ്ടായിരുന്നല്ലോ എന്ത് ഫ്രീ ആയിട്ടാണ് വീലിളകി വന്നത്. അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വീല് കണ്ട് ഇതിനകത്താണ് WD-40 ഇറങ്ങുമ്പോൾ ഇപ്പം നല്ല ഫ്രീ ആയി കേട്ടോ. ഇതിനകത്ത് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലൂബ് ചെയ്യുമ്പോൾ ആ ഈ കേബിളിൽ കൂടെ തന്നെ ഈ വരുന്ന കേബിളിൽ കൂടെ തന്നെ ഈ ലൂബ് ഇനി വരും, ഓയിൽ വരും. ഓയിൽ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇറങ്ങിക്കോളും. അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും ചെയ്യണ്ട, ഒന്ന് തുടച്ച് എടുത്താൽ മതി. ഇത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോഴത്തെ വില 300 രൂപ വരും കേട്ടോ. ഇത് നല്ല കുറച്ചൊരു സ്റ്റക്കായിരുന്നു. ഇതിപ്പോൾ കണ്ടോ നല്ല സ്മൂത്താണ് കേട്ടോ, നല്ല സ്മൂത്താണ്. കറങ്ങിയ ചക്രം കറങ്ങും പോലെ ഇത് കറങ്ങിക്കോളും. ഇതൊക്കെ നല്ല ഈ സ്പീഡ് ഇതിന് വരുന്ന ഇത് ടയറിൻ്റെ അടിഭാഗത്തായതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഡസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തോളണം, ഒന്ന് തുടച്ചുകൊണ്ടാൽ മതി. ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യണം. അതുകൊണ്ട് അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നു. കിലോമീറ്റർ കേബിൾ ഇളക്കണം എന്നുണ്ടെങ്കിൽ ലൂബ് ചെയ്യാൻ ടയർ ഇട്ടതിന് ശേഷവും ചെയ്യാം. നമുക്ക് താഴെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ബലം പ്രയോഗിക്കാതെ തന്നെ ഇതിനെ നമുക്ക് ലൂസ് ചെയ്യാം. ലൂസ് 3-4 ഇത് ഇളക്കുമ്പോഴത്തേക്ക് ഇത് തന്നെ വരും. അത് കഴിഞ്ഞിട്ട് ഇത് പതുക്കെ നമുക്ക് ഇളക്കി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതാണ് സ്പീഡോമീറ്റർ വരുന്നത്. എന്തിരി ഇളക്കി എന്തൊക്കെ കൂട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് സംഭവം. മേശരിയുടെ വണ്ടി തന്നെ നമ്മൾ ഇത്രയും ക്ലിയറായിട്ട് നോക്കിയിട്ട് ഇത് ഇടയ്ക്ക് എപ്പോഴോ കുറച്ച് ദിവസം വേണ്ട എലി കയറാൻ സാധ്യതയുണ്ട്. അയ്യോ, അതിനകത്ത് കൂടായി. ചെറുതായിട്ട് കൂട് വയ്ക്കാനുള്ള ആരംഭമായിരുന്നു കേട്ടോ. നമ്മളിപ്പം നോക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള എല്ലാം കട്ട് ചെയ്തൊക്കെ പോയായിരുന്നു. വയറെല്ലാം അടച്ചിട്ട് എനിക്ക് രണ്ടാമത് വയറും ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശകലം ഒന്ന് അടിച്ചു കൊടുക്കുക. WD-40 മണമുണ്ടെങ്കിൽ പിന്നെ ഇത് വരില്ല. കുറച്ച് ദിവസത്തെങ്കിൽ
അങ്ങനെ ഇരുന്നോളും. ഇതിനെ കവറുണ്ട് കേട്ടോ, ഇതിനകത്തൊക്കെ ഇരിക്കാൻ ഭയങ്കര സൗകര്യമായിരിക്കും. സ്പീഡോമീറ്റർ ഇളക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ശകലം ടൈറ്റായിരിക്കും, അത് നോക്കി ഇളക്കുക. മങ്കി പ്ലെയർ നമ്മൾ എടുത്തില്ല. മങ്കി പ്ലെയർ കൊണ്ട് ചെറിയ പ്ലെയർ കൊണ്ട് ലെഫ്റ്റിലോട്ടൊന്ന് പതുക്കെ പിടിച്ചാൽ മതിയാവും. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊള്ളിക്കുമ്പോഴത്തേക്ക് തിളയി വരും. അപ്പോൾ നമുക്ക് ഈ സ്പീഡോമീറ്ററിൻ്റെ ബൾബ് നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്, ജയിലിൽ തിളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഇളക്കി ഇത് പതുക്കെ ഇത് ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് വെളിയിലിറക്കണ്ട, ഇതിൽ തന്നെ നമുക്ക് ലൂബ് ചെയ്യാനുള്ള ഇത് സംവിധാനം നോക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സിറിഞ്ച് എടുത്തു കഴിഞ്ഞാൽ, സിറിഞ്ച് എടുത്തിട്ട് കുറച്ച് ഇതിനെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മളിത് ഓയിൽ ഇത് ഇങ്ങനെ ഒഴിച്ചാൽ കറക്റ്റായിട്ട് ഇത് അകത്ത് വയ്ക്കുകയുള്ളൂ. ഇപ്പം പറഞ്ഞു ലൂബിങ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഇവിടെ കൂടെ വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൾഗാർഡിൻ്റെ അടിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. കാരണം വീൽ ഇളക്കുമ്പോൾ മൾഗാർഡിൻ്റെ അടി ഒന്ന് ജസ്റ്റ് ശലം ഡീസൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ അടി തുരുമ്പ് കയറാതെ നോക്കണ്ടാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെയാണ് നമുക്ക് എപ്പോഴും തുരുമ്പ് ഫസ്റ്റിൽ വരുന്നത്. ഇവിടെ 2 നെട്ടുണ്ട്. ഈ ഇത് ഒന്ന് തുടച്ച് ഇതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചാൽ മൾഗാർഡ് എപ്പോഴും വെള്ളം നനയുന്ന ഭാഗം അവിടെയാണ്. മൾഗാർഡ് ഇതിൻ്റെ റബ്ബർ കോട്ടിംഗ് ഉണ്ട്. എങ്ങനെ അടിക്കണമെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇവിടെ ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാം. 10ൻ്റെ ഇളക്കി എടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ ലേശം ഒന്ന് ലൂസായി കൊടുത്താൽ മതി. നമുക്ക് നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഇത് അകമൊക്കെ ഒന്ന് നട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതാണ് ഞാനൊരു പണിക്ക് പറയുമ്പോൾ നമുക്ക് സമയം വേണമെന്ന് പറയാൻ കാര്യം ഇതാണ്. നമ്മൾ ഇളക്കി അത് മാത്രമല്ല ചെയ്യുമ്പോഴത്തേക്ക് ആ ഭാഗമെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ പോകണം, എങ്കിലേ ആ പണിക്കൊരു സുഖം വരുള്ളൂ. നമ്മൾ ഈ വേസ്റ്റ് ബോർഡ് വെച്ചിരിക്കുന്നത് അറിയാതെ ഏതെങ്കിലും ആൾക്കാർ വന്ന് അതിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് പലവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യം 2 ഹാൻഡിൽ പിടിക്കും, ബ്രേക്ക് പിടിക്കും, ക്ലച്ചിലും പിടിക്കും. അത് ദൂരെ വെളിയിൽ നിന്ന് വരണമെങ്കിൽ അതാണ് ഞാൻ സേഫ്റ്റിക്ക് ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ടയർ ഫിറ്റ് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് നേരെ വയ്ക്കുക. ഇതിൽ ആക്സിലിൽ നന്നായിട്ട് ഗ്രീസ് പുരട്ടുക. ഇത്രയും ചെയ്തതിന് ശേഷം വണ്ടി ഓടുമ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമായിരിക്കും. ഇതൊക്കെ മതിയാവും. ഇത്രയും ഗ്രീസ് പുരട്ടി കറക്റ്റായിട്ട് വയ്ക്കുക. ആദ്യം ചെയ്യേണ്ട ജോലി ഇതാണ്. നമ്മൾ എവിടെയെങ്കിലും ഇതിനെ വയ്ക്കുക. സെക്ഷൻസ് നമുക്ക് ഇതിനകത്താണ് വരേണ്ടത്. ഇതിങ്ങനെ വയ്ക്കുക കേട്ടോ. ഇങ്ങനെ വച്ചതിന് ശേഷം ഈ വീലിൻ്റെ ഡ്രൈവ് ഉണ്ടല്ലോ, ഇതിന് നമുക്ക് ഈ 2 വെട്ടിനകത്തായിട്ടാണ് വരാനുള്ള ഈ 2 ഭാഗം. അപ്പോൾ ഇത് ഇങ്ങനെ വയ്ക്കുക. അതുകൊണ്ട് ഈ വെട്ടും ഉണ്ടല്ലോ, 2 വെട്ട് കാണുന്നുണ്ട്. ഇത് ഇതിനകത്തായിട്ട് വരുന്ന സെറ്റായിട്ടിരിക്കും. ഇതിങ്ങനെ കൊടുക്കുക. ഇത്രയാണ് അവിടുത്തെ പണി. അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെട്ട് വരുന്ന ഭാഗം, ഈ കാണുന്ന പോയിൻ്റ് വരുന്ന ഭാഗം ഇതിനെ നമുക്കെടുത്ത് മാറ്റാം. ഇതിൻ്റെ അകത്തായിട്ട് കയറുക. ഇത് ഇത്രയും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ പണിയില്ല. നേരെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തതുപോലെ തന്നെ ചരിച്ച് ഇതിനെ പതുക്കെ കയറ്റുക. ആദ്യം
പറഞ്ഞത് നേരത്തെ കണ്ടല്ലോ, ആ ഭാഗം വയ്ക്കാനുള്ള ഭാഗമൊക്കെ വച്ചിട്ട് ഡിസ്കിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. ഇതിനെ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചിട്ട് വണ്ടി പതുക്കെ താഴോട്ട് ഇറക്കുക. പതുക്കെ താഴോട്ട് ഇറക്കി വെച്ചാണ് പതുക്കെ. ഒരു മിനിറ്റ്. ഇത്രയും വെച്ചതിന് ശേഷം ആക്സിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു വയ്ക്കണം കേട്ടോ. അത് ഇങ്ങനെ കൊടുത്ത് നമ്മൾ ആക്സിൽ കൊടുത്ത് വെച്ചതിന് ശേഷം അടുത്ത പരിപാടിയേ ഉള്ളൂ. സിമ്പിളാണ്. കൊടുത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് അകത്തോട്ട് വയ്ക്കുക. പതുക്കെ പതുക്കെ തട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുക ഒന്നും ചെയ്യണ്ട, കറക്റ്റായിട്ട് കയറിക്കോളും. ഇവിടെ ഇവിടെ കാണി, കറക്റ്റായിട്ട് കയറിക്കോളും. ജസ്റ്റ് ഇവിടെ വന്ന് തട്ടും. ഇവിടെ വന്ന് തട്ടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഒന്നും ഇട്ട് അടിച്ച് അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ കാണരുത്, ഇവിടെ ഇത് വന്നു. ഇത്രയേ ഉള്ളൂ, പാടൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഹാമർ കൊണ്ട് ഈ ഭാഗത്ത് ആണ്, ഈ ഭാഗത്ത് നമ്മൾ തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പുറത്ത് കാണും. ഈ ഭാഗത്തോട്ട് പതുക്കെ തട്ടി കൊടുത്താൽ ഫ്രണ്ട് വീല് ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് കറക്കി നോക്കുക. വേറെ വിഷയമൊന്നുമില്ല. കറക്റ്റായിട്ട് താണ്ട എന്ത് സ്മൂത്തായിട്ട് കറങ്ങുന്നു നോക്കി. നമ്മൾ ന്യൂട്രലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ന്യൂട്രലായിട്ട് പോകണം, കറക്റ്റായിട്ട് മൈലേജ് വരുന്ന വണ്ടിയാണെങ്കിൽ. അപ്പോൾ 2 വീലിൻ്റെ 2 സ്പേസ് ഇടേണ്ടത് പറഞ്ഞു. നമുക്ക് വേറെ ഒന്നും ഇതിൽ പാടുള്ള കാര്യമല്ല. കറങ്ങിക്കൊണ്ട് നിൽക്കണം. എന്തുമാത്രം വീല് ഫ്രീ ആയെന്നുള്ളത് നിങ്ങൾ കണ്ടോളണം. വളരെ ഫ്രീ ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ആദ്യം നമ്മളൊന്ന് കറക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം കറങ്ങിയതിന് ശേഷം സ്റ്റക്കായി അങ്ങ് നീക്കി. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയണം, അത്രയ്ക്ക് ഇത് ക്ലിയറായിട്ട് ഫ്രീ ആയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ വാഷർ കൊടുക്കാം. ഈ വാഷർ ആദ്യം ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത് ഈ നെട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് വയ്ക്കുക കേട്ടോ. ഇതിനകത്ത് മണ്ണ് വരാൻ പാടില്ല, മണ്ണ് വരെ പിരി മാറിക്കയറാൻ പാടില്ല. താഴെ വെച്ചോ കേട്ടോ. പിരി മാറിക്കയറാൻ പാടില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗം വെളിയിൽ വരണം കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ത്രെഡ് വെളിയിൽ വെട്ടുള്ള ഭാഗം വെളിയിൽ വരണം. കൈ കൊണ്ട് നമ്മൾ എത്രയും പ്രസ് ചെയ്ത് കയറ്റാൻ പറ്റും, കറക്കി കയറ്റാൻ പറ്റുമോ അത്രയും കയറ്റുക. നമ്മളിതിനെ ഇപ്പുറത്ത് 17-ൻ്റെ സ്പാൻഡറാണ് ഇപ്പുറത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് നല്ല ഫ്രീ ആയി, അതുകൊണ്ട് നമുക്കിത് ഓക്കെ. ആ ഭാഗം ക്ലിയറായി, നല്ല ടൈറ്റും ആയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ കറക്കി നോക്കുക, എല്ലാം ക്ലിയർ ആണെന്ന് നോക്കുക. വയ്ക്കുന്നു. ഇനി അപ്പോൾ ഫ്രണ്ടിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ 10-ൻ്റെ നെട്ടിട്ട് ഇവിടെ മുറുക്കേണ്ടതുണ്ട്. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ ടൈറ്റ് പാടില്ല. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് പൊട്ടി വരാൻ സാധ്യത കൂടുതലാണ്. ഇത്രേ പാടുള്ളൂ കേട്ടോ, ടൈറ്റ് കൂടുതൽ ടൈറ്റ് പാടില്ല. ഇതാ കണ്ടോ, ഇത്രേ ടൈറ്റ് പാടുള്ളൂ. കൂടുതൽ ടൈറ്റായി ഇവിടം വെച്ച് ഇത്രയും ഭാഗം പൊട്ടി ഇത് മാറി വരും. അത്രയും നമ്മൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫ്രണ്ട് അടുത്തതാ കണ്ടല്ലോ ഓയിൽ വരുന്നത്. നമ്മൾ സ്പീഡോമീറ്ററിൽ മേളിൽ ലൂബ് ചെയ്തതിൻ്റെ ഓയിലാണ് ഇത് വരുന്നത്. ഇത് നമുക്കിതിൽ സ്പീഡോമീറ്റർ ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. അകത്ത് കയറ്റുക, കാണാമോ? ഇതിനകത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇത് ടൈറ്റ് ചെയ്യുക. നോസ് പ്ലെയർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. നന്നായിട്ട് ഇത് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും മതി, ടൈറ്റായി. സ്പീഡോമീറ്റർ കേബിളാണ് ഇത്. കേബിളിന് ആദ്യം അകത്തോട്ട് കയറ്റുക, ഇങ്ങനെ അങ്ങ് കയറ്റി വയ്ക്കുക.
എന്നിട്ട് ഇവിടെ ഉണ്ട്, ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ട്. ഇതിനെ പതുക്കെ കൈ കൊണ്ട് തപ്പിയെടുക്കുക. അടിയിലൊന്നും അങ്ങ് പോവില്ല എങ്കിൽ എടുത്തിട്ട് ഇതിന് കറക്റ്റ് ഒരു സെറ്റാക്കി വെച്ചിട്ട് കറക്റ്റ് കൈ കൊണ്ട് തന്നെ കയറ്റി വയ്ക്കുക, കൊടുക്കുക. കൈ കൊണ്ട് ടൈറ്റ് ആക്കുക. എന്നിട്ട് അതും മങ്കി പ്ലെയറോ കൊണ്ട് ടൈറ്റ് ചെയ്യുക. അത്രയും മതി. ഓക്കെ, നമ്മളിനി ബൾബ് ഇളക്കിയിട്ടുണ്ട്. ബൾബിൻ്റെത് ഇതിനകത്ത് ആദ്യം ഈ സ്ലീവ് ഉണ്ട്, ഈ സ്ലീവിന് ഇതിനകത്ത് കൊടുക്കുക. കൊടുത്തിട്ട് ചെറിയ നമ്മൾ എന്തായിരുന്നല്ലേ ഇളക്കിയില്ലേ, അതുകൊണ്ട് ഒരു ചെറിയ പണി ഇവരൊക്കെ കൂടെ കൊടുക്കുക. ഇതിനകത്തൊന്ന് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലും അതിൻ്റെ മുകളിൽ അടിച്ച സ്പീഡോമീറ്ററിൽ പോകും. ഇച്ചിരി ബൾബിനെ നമുക്കിതിൽ അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ കൊടുക്കുക. കൊടുത്തിട്ട് ഈ ഹോളുണ്ടല്ലോ ഫസ്റ്റ് കാണുന്നു, ഈ ഹോളിൽ കൂടെ ഇതിനെ മുകളിലോട്ട് കയറ്റി ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്പീഡോമീറ്റർ കറങ്ങണമെന്ന് നോക്കാം. ഇവിടെ കാണില്ലേ, കറങ്ങണമെന്ന് നോക്കാം. പറഞ്ഞില്ലേ പൊങ്ങണം, ശാല അനങ്ങുന്നുണ്ടല്ലോ. ആ പൊങ്ങി എത്രയല്ലേ പൊങ്ങി? 20 വരെ വന്നല്ലോ. മതി. ഓക്കെ, സമയമായി. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉള്ള ഇതിലാണ്, സ്പീഡാണ്. ഇനി അടുത്ത എല്ലാ പണിയും സ്പീഡാണ്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇളക്കിയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. നെറ്റ് ബോൾട്ട് വല്ലതും മിച്ചം വന്നിട്ടുണ്ടോ എന്നൊക്കെ. നെറ്റ് ബോൾട്ടൊന്നും മിച്ചം വന്നിട്ടില്ലെങ്കിൽ നോക്കുക. അതിന് മുമ്പേ വേറൊരു ചെറിയൊരു കാര്യം കൂടെ ചെയ്യാണ്ട്, നമ്മളെന്തായാലും നല്ല ഇളക്കുമ്പോഴത്തേക്ക് ഈ കവറും കൂടെ ഒന്ന് തുടച്ച് വയ്ക്കാൻ നോക്കണം കേട്ടോ. ഇവിടെയൊക്കെ എപ്പോഴും തുരുമ്പ് വരാൻ സാധ്യത കൂടുതലാണ്. കവറും കൂടെ ഒന്ന് തുടച്ചാൽ ബെറ്ററായിരിക്കും. ഈ വെട്ട് താണ്ട് ഈ വെട്ട് ഇതിനകത്താണ് വരേണ്ടത്. ഈ വെട്ടകത്ത് വന്നതിന് ശേഷം ഇത് കറക്റ്റായിട്ട് സീറ്റായിരിക്കും കേട്ടോ. ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇളക്കുമ്പോഴേ ഇതൊരു 3 പിരിയ ലൂസാക്കാവും കേട്ടോ, അല്ലെങ്കിൽ ഇത് താഴെ വിടാൻ സാധ്യത കൂടുതലാണ്. എത്രയും മതി. നമ്മുടെ വണ്ടി ഇന്നത്തെ പണിയെല്ലാം വളരെ തൃപ്തികരമായി ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. സ്പീഡോമീറ്റർ കേബിൾ ലൂബ് ചെയ്ത് വീലിളക്കി, ബെയറിങ്ങിൽ 2ലും ഗ്രീസ് പുരട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്സിലിൽ ഗ്രീസ് പുരട്ടി കറക്റ്റായിട്ട് വീൽ ഡ്രൈവിൽ നമ്മൾ ലൂബ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ, ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന ഈ വീഡിയോകൾ, പുതിയതായിട്ട് ഇടുന്ന വീഡിയോകൾ നിങ്ങളെ മുന്നിൽ പെട്ടെന്ന് എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.